കുട്ടികളായിട്ട് കഴിയുന്ന കണ്ട് സങ്കടപ്പെടുന്ന ചേച്ചിയോട് വൈകാതെ ചേച്ചിക്കും അതുപോലൊരു ജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ എങ്ങനെയാ വാക്ക് നൽകുക? അതാ ഇപ്പൊ എന്റെ മനസ്സില്. ഞാനൊരു കാര്യം പറഞ്ഞ പാറു തെറ്റിദ്ധരിക്കും. അപ്പുറത്തെ ജംഗ്ഷനിൽ പോയ ഓട്ടോ കിട്ടും. പക്ഷേ ചില ഓട്ടോക്കാരെ വിശ്വസിക്കാനും പറ്റില്ല. ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഓട്ടോ കയറിയ അവരുടെ സ്വഭാവം മാറും. ഞാൻ എന്റെ ബൈക്ക് കൊണ്ടുവിടട്ടെ? ദുരുദ്ദേശത്തോടെ പലതവണ താൻ ബ്രേക്ക് പിടിച്ച് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ തന്റെ മനസ്സിൽ വെച്ചാ മതി. അയ്യോ, എന്റെ കൂടെ വരാൻ ധൈര്യമില്ലെങ്കിൽ വേണ്ട. വേണ്ട, ഞാനൊരു ഓട്ടോയിൽ തന്നെ കയറ്റിവിടാം. ഓട്ടോയുടെ പിന്നാലെ ഞാൻ ബൈക്കിൽ വന്നാൽ മതിയല്ലോ. വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ബൈക്കിൽ വരാം. എന്നാ വാ, കേറ്. മലർക്കാലം കിനാപ്പൂക്കൾ കടം കേട്ടോ, മഴക്കാലം കടൽ കാറ്റും സ്വരം തന്നോ, ഇതളാക മാറിവിൽ ചിരി വീണ ചുണ്ടിലുള്ള ഒരു സാന്ധ്യഗീതമൗനം. ചില വിരുന്നുകാര് വീട്ടിലേക്ക് വരുമ്പോ നമുക്കൊക്കെ വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇടയ്ക്കൊക്കെ വരണമെന്ന് നമ്മൾ അവരോട് പറയുകയും ചെയ്യും. അല്ല, നമ്മളത് ആഗ്രഹിക്കുകയും ചെയ്യും. എന്റെ കാര്യത്തില് പാറും അതുപോലൊരു വിരുന്നുകാരിയാ. ഇടയ്ക്കൊക്കെ വരണം. ഇനി ഞാൻ വരില്ല. പ്രിയൻചേട്ടന്റെ അമ്മയെ കണ്ട് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചു. പൂർണ്ണ മനസ്സോടെ അല്ല അമ്മ ക്ഷമിച്ചെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ഇനി അവിടെ വന്നാ അത് അമ്മയ്ക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ഇനി ഞാൻ വരില്ല. എന്റെ അമ്മയെ നിനക്ക് ശരിക്കും അറിയാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊരു രീതിയിൽ പെരുമാറാൻ എന്റെ അമ്മയ്ക്ക് അറിയില്ല. അമ്മയുടെ മനസ്സ് ശുദ്ധമാ, അതുകൊണ്ടാ. നീ പറഞ്ഞത് സത്യം തന്നെയാ. അമ്മയ്ക്കിപ്പോഴും നിന്നോട് ദേഷ്യം തന്നെയാ. പതുക്കെ പതുക്കെ മാറും. എന്നാ ഞാൻ പോയിക്കോട്ടെ. പാറു, ടൗണിൽ ആദ്യമായിട്ട് ബസ് ഇറങ്ങിയപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പാറുവിന്റെ മുഖത്ത് നല്ല പേടിയുണ്ടായിരുന്നു. ടൗണിലെ ആൾക്കാരൊക്കെ ചതിയന്മാരാണെന്നാ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആരെയും വിശ്വസിക്കില്ലെന്ന് മനസ്സിൽ തീരുമാനം എടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് ബസ് കയറിയത്. ബസ് ഇറങ്ങിയപ്പോ ആദ്യം പരിചയപ്പെട്ടത് ഈ തെമ്മാടിയെയും അല്ലേ? കേട്ട കഥകളൊക്കെ സത്യമായിരുന്നു എന്ന് പാറുവിന് മനസ്സിലാവുകയും ചെയ്തു അല്ലേ? എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് അപ്പോഴും പാറുവിനോട് ദേഷ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ദേഷ്യമില്ല. കാരണം കുറ്റം പാറുവിന്റെ അല്ലല്ലോ. ടൗണിലെ ആൾക്കാരെ കുറിച്ച് തെറ്റായ ധാരണകൾ പറഞ്ഞു പഠിപ്പിച്ചവരാ കുറ്റക്കാര്. ടൗണിൽ ജീവിക്കുന്നവരുടെ മനസ്സിലും സ്നേഹമുണ്ട് പാറു. ദയയും സഹാനുഭൂതിയും എല്ലാം ഉണ്ട്. ചതിയന്മാരില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷേ എല്ലാരും ചതിയന്മാരല്ല, തെമ്മാടികളുമല്ല. തെമ്മാടി എന്ന വാക്ക് ഇനി ഉപയോഗിക്കരുത്. അത് കേൾക്കുമ്പോ എനിക്ക് വിഷമാവും. പ്രിയൻചേട്ടനെ ഞാൻ ഒരുപാട് പ്രാവശ്യം അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അമ്മമാരെ കൊച്ചുകുട്ടികളെ കള്ളാന്ന് വിളിക്കാറില്ലേ? അതിന്റെ അർത്ഥം ആ കുട്ടി കള്ളനാണെന്നാണോ? അല്ലല്ലോ. അതൊക്കെ സ്നേഹം കൊണ്ട് വിളിക്കുന്ന. നീ എന്നെ തെമ്മാടിന്ന് വിളിച്ചതും സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചോളാം. പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ വിശ്വസിച്ചാ മതി. അപ്പൊ നിനക്കെന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ട്ഷിപ്പാ. പാറു പൊയ്ക്കോളൂ. താങ്ക്സ്. താങ്ക്സോ? എന്തിന്? കരിനാഗം എന്നെ ശിക്ഷിക്കാൻ നോക്കിയപ്പോഴെല്ലാം പ്രിയൻചേട്ടൻ എന്നെ രക്ഷിച്ചില്ലേ? അയാള് എന്റെ 2 ചെവിയിലും ക്ലിപ്പിട്ടപ്പോ കൈലാഷ് സാറിനത് കാണിച്ചു കൊടുത്തത് പ്രിയൻചേട്ടനല്ലേ? ജയന്തി ചേച്ചിയും സൗന്ദര്യമൊക്കെ പറഞ്ഞപ്പോഴാ അതൊക്കെ ഞാൻ അറിയുന്നത്. നീ എന്നോടൊരു ശത്രുവിനോട് എന്ന പോലെ പെരുമാറുമ്പോഴും എനിക്ക് നിന്നോട് സ്നേഹമായിരുന്നു. നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ആ സങ്കടം ഇപ്പൊ മാറി. നിനക്കെന്നെ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാൻ വെറും പൊട്ടിപ്പെണ്ണ, അതുകൊണ്ട് പറ്റിപ്പോയതാ. സാരമില്ല പാറു, പാറു പൊയ്ക്കോളൂ.
തെറ്റായത്? ഞാൻ പറയാം. ഗന്ധർവൻ പിറകെ ഉണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ടാ വരവ്. നല്ല ചുള്ളൻ ചെക്കന്മാരെ കാണുമ്പോ ഇയാളാണോ ഗന്ധർവൻ എന്ന് ആലോചിച്ചോണ്ട് അവിടെ നിൽക്കും. പ്രേമ അസ്ഥിക്ക് പിടിച്ചാ പിന്നെ എന്ത് നേരവും കാലവും. ഇപ്പോഴെങ്കിലും ഇവളിവിടെ എത്തിയല്ലോ, അത് എന്നെ ഭാഗ്യം. കണ്ട ചെക്കന്മാരെ നോക്കി നടക്കുന്ന സ്വഭാവം എനിക്കില്ല. ആ, അത് ശരിയാ. നമ്മുടെ പാറുക്കുട്ടി ചെക്കന്മാരെയൊന്നും നോക്കൂല, ഒരു ചെക്കനെ മാത്രമേ നോക്കൂ. അയാളാണെങ്കി വെളിച്ചത്ത് വരുന്നുമില്ല. പറയടി, നീ എന്താ ഇത്ര വൈകിയത്? പ്രിയൻചേട്ടന്റെ വീട്ടിൽ പോയിട്ടാ ഞാൻ വരുന്നത്. പ്രിയന്റെ വീട്ടിലോ? എന്തിന്? അയാളുടെ അമ്മയോട് മാപ്പ് പറയാൻ. നിനക്കെന്താ വട്ടുണ്ടോ? പ്രിയനോട് സോറി പറയാനല്ലേ ഞങ്ങള് പറഞ്ഞത്. അയാളുടെ അമ്മയോട് മാപ്പ് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? മക്കളെ പോലീസ് പിടിച്ചാ അമ്മമാരല്ലേ സങ്കടപ്പെടുക? ആ അമ്മ കൊറേ സങ്കടപ്പെട്ടിട്ടുണ്ടാവും, അതെനിക്കറിയാം. അപ്പോ ആ അമ്മയോട് ഞാൻ മാപ്പ് പറയണ്ടേ? നീ ആ സ്ത്രീയോട് മാപ്പ് പറയുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സ്ത്രീ എന്ന് ഇവിടെ വന്ന് കാണിച്ച പ്രകടനം നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് നിനക്ക് എങ്ങനെയാ അവരുടെ മുന്നിൽ പോവാൻ ധൈര്യം കിട്ടിയത്? തല്ലനെങ്കിൽ തല്ലട്ടെ എന്ന് കണക്കാക്കി തന്നെയാ ഞാൻ പോയത്. എന്നിട്ട് അവര് നിന്നെ തല്ലിയോ? തല്ലിയൊന്നുമില്ല, കൊറേ ദേഷ്യപ്പെട്ടു. പറ്റിപ്പോയതാന്ന് പറഞ്ഞ് ഞാൻ കാല് പിടിക്കാൻ നോക്കിയപ്പോ ആ അമ്മ തണുത്തു. നീ അവരുടെ കാല് പിടിക്കാൻ നോക്കിയെന്നോ? അതിലെന്താ തെറ്റ്? എന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു അമ്മയല്ലേ. ആ അമ്മയുടെ മോനോട് ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തത്? എന്നോട് ക്ഷമിക്കണമെന്ന് വെറുതെ പറഞ്ഞ അതിന് പരിഹാരം ഉണ്ടാവോ? അതുകൊണ്ടാ ഞാൻ കാല് പിടിക്കാൻ നോക്കിയത്. എനിക്കതിൽ ഒരു മാനക്കേടുമില്ല. ഇവളുടെ ഒരു കാര്യം. അത് വിട്. പ്രിയനോട് നീ മാപ്പ് പറഞ്ഞോ ഇല്ലയോ? അത് പറ. മാപ്പ് പറയാൻ ഞാൻ അടുത്ത് പോയതാ, പക്ഷേ അയാൾക്ക് എന്റെ മാപ്പൊന്നും വേണ്ട അത്ര. എന്നുവെച്ചാ അയാളുടെ മനസ്സിൽ നിന്നോട് അത്രയ്ക്ക് ദേഷ്യമാണെന്നാണോ? എന്നോട് ദേഷ്യമുള്ളത് കൊണ്ടൊന്നല്ല അയാൾ എന്നോട് മാപ്പ് പറയണ്ടെന്ന് പറഞ്ഞത്. പിന്നെ മാപ്പ് പറയാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലാന്ന്, ഞാൻ ചെയ്തത് മുഴുവൻ ശരിയാണെന്ന്. മാത്രമല്ല മാപ്പ് പറയുന്ന പാറുവിനെ അയാൾക്ക് ഇഷ്ടമല്ലാന്ന്. ഒളിക്യാമറ വെച്ചത് അയാളാണെന്ന് പോലീസിനോട് പറഞ്ഞത് നീയല്ലേ? അതുകൊണ്ടല്ലേ അയാൾക്ക് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നത്? അത് തെറ്റല്ലെന്നാണോ അയാൾ പറയുന്നത്? അതിന് നീ കണ്ടതല്ലേ പറഞ്ഞത്, അല്ലാതെ എന്നെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതല്ലല്ലോ എന്ന് അയാൾ എന്നോട് ചോദിച്ചേ. പക്ഷേ കണ്ടതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ നിൽക്കാതെ അയാളെ ചൂണ്ടിക്കാണിച്ചത് തെറ്റല്ലേ? അതെന്താ അയാൾ ആലോചിക്കാത്തെ? ഇത് ഞാൻ അയാളോട് പറഞ്ഞതാ, എന്നിട്ടും മാപ്പ് പറയാൻ അയാൾ സമ്മതിച്ചില്ല. നീ കാരണം അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ചെറിയ പ്രയാസങ്ങളൊന്നും അല്ല. എന്നിട്ടും അയാൾ നിന്നെ ന്യായീകരിക്കുന്നുവെങ്കിൽ വലിയ മനസ്സാ അയാളുടേത്. വലിയ മനസ്സാ, എല്ലാരോടും സ്നേഹ, ആരെന്ത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കും.